നമസ്കാരം. കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ അവധി അപേക്ഷയിൽ ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശം മറികടന്ന് അനുകൂല ഉത്തരവിറക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർ കുരുക്കിലേക്ക്. സംഭവത്തിൽ തദ്ദേശ ആഭ്യന്തര വകുപ്പുകളിലെ അണ്ടർ സെക്രട്ടറിമാർക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യത തെളിഞ്ഞു. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി. അരുണിമ, ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി നമിത എന്നിവർക്കെതിരെ അടിയന്തര വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഭരണമുന്നണിയായ UDF-നെ കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് നടപടി വേഗത്തിലാക്കുന്നത്. കാപ്പ തടവുകാരനായ സുഗതന് ജീവവായുവായ ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത് തദ്ദേശ വകുപ്പിന്റെ ശുപാർശയും റിപ്പോർട്ടും പരിഗണിച്ചാണെന്നാണ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൗൺസിലർക്ക് അവധിക്ക് അപേക്ഷിക്കാൻ പൂർണ്ണ അർഹതയുണ്ടെന്ന റിപ്പോർട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ പാസാക്കിയാൽ അദ്ദേഹത്തിന്റെ കൗൺസിൽ അംഗത്വം സുരക്ഷിതമായിരിക്കുമെന്നും തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി ഉത്തരവിറക്കുകയായിരുന്നു. ഇതോടെയാണ് തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ അയോഗ്യനാകുമായിരുന്ന സുഗതന് കൗൺസിലറായി തുടരാൻ വഴിതെളിഞ്ഞത്. തദ്ദേശ വകുപ്പും ആഭ്യന്തര വകുപ്പും നൽകിയ അനുകൂല ഉത്തരവുകളുടെ ബലത്തിലാണ് തിരുവനന്തപുരം മേയർ കൗൺസിലിൽ വിഷയം വോട്ടിനിട്ടതും പാസാക്കിയെടുത്തതും. എന്നാൽ സുഗതന്റെ അവധി അപേക്ഷ അടിയന്തരമായി തള്ളണമെന്നും യാതൊരുവിധ ആനുകൂല്യവും നൽകരുതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മന്ത്രിയുടെ വ്യക്തമായ ഈ ഉത്തരവും നിർദ്ദേശവും മറികടന്നാണ് അണ്ടർ സെക്രട്ടറി ചിത്ര പി. അരുണിമ സുഗതന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കി ആഭ്യന്തര വകുപ്പിലേക്ക് അയച്ചത്. ഉത്തരവിറങ്ങിയതോടെ സംഭവം വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി. മന്ത്രിയുടെ ഉത്തരവ് ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറിക്കപ്പെട്ടതായി കണ്ടെത്തിയതോടെ അണ്ടർ സെക്രട്ടറി ചിത്ര പി. അരുണിമയ്ക്കെതിരെ അടിയന്തര അന്വേഷണത്തിന് മന്ത്രി KM ഷാജി ഉത്തരവിട്ടു. അന്വേഷണത്തിൽ വീഴ്ച വ്യക്തമായാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് മന്ത്രി മാധ്യമങ്ങളോടും വ്യക്തമാക്കി. കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു ക്രിമിനലിന് ഒരു കാരണവശാലും ആനുകൂല്യം നൽകരുതെന്ന നിലപാടിലായിരുന്നു താനെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമാനമായ രീതിയിലാണ് ആഭ്യന്തര വകുപ്പിലും കാര്യങ്ങൾ നടന്നത്. ആഭ്യന്തരമന്ത്രിയോ വകുപ്പ് സെക്രട്ടറിയോ അറിയാതെയാണ് അണ്ടർ സെക്രട്ടറി നമിത സുഗതന് അനുകൂലമായ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ആഭ്യന്തര വകുപ്പിലെ ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നിരുന്നു. തദ്ദേശ വകുപ്പിൽ നിന്ന് ലഭിച്ച കത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ആനുകൂല്യമെങ്കിലും മുകളിലുള്ള ഉന്നത അധികാരികളെ അറിയിക്കാതെ തീരുമാനമെടുത്തതാണ് അണ്ടർ സെക്രട്ടറിക്ക് തിരിച്ചടിയായത്. വെള്ളിയാഴ്ച ചേർന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയർ VV രാജേഷിന്റെ കാസ്റ്റിംഗ് വോട്ടോടെയാണ് സുഗതന്റെ അവധി അപേക്ഷ ഒടുവിൽ പാസാക്കിയെടുത്തത്. 51 പേരുടെ പിന്തുണയോടെ അപേക്ഷ പാസായതായി മേയർ പ്രഖ്യാപിച്ചു. കൗൺസിലിൽ UDF വിമത കൗൺസിലറും BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ആഭ്യന്തര വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും കത്തുകൾ ചൂണ്ടിക്കാട്ടിയാണ് മേയർ വിഷയം വോട്ടിനിട്ടത്. വാഴട്ടുകുണം വാർഡ് കൗൺസിലറായ ആർ. സുഗതൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. നിയമപ്രകാരം കോർപ്പറേഷന്റെ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം റദ്ദാക്കപ്പെടും. ജയിലിലായതിനാൽ യോഗങ്ങളിൽ ഹാജരാകാൻ എസ്കോർട്ട് പരോൾ വേണമെന്ന സുഗതന്റെ ആവശ്യം ആഭ്യന്തര വകുപ്പ് തള്ളിയിരുന്നു. ഇതോടെയാണ് കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ അവധി അപേക്ഷ നൽകുക എന്ന തന്ത്രത്തിലേക്ക് BJP ഭരണപക്ഷം കടന്നത്.